ശ്രീനാരായണ അന്തർദേശീയ പഠന കേന്ദ്രത്തിൻ്റെയും കേരള സർവകലാശാലയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ നടക്കുന്ന ശ്രീനാരായണ ധർമ്മ ചർച്ചാ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിന് എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ശ്രീനാരായണ പഠന കേന്ദ്രം വളരെ നല്ല നിലയിലുള്ള പ്രവർത്തനങ്ങളാണ് ഇന്ന് നടത്തുന്നത്. അതിൻ്റെ ചെയർമാനായി പ്രവർത്തിക്കുന്ന സാംസ്കാരിക മന്ത്രി ശ്രീ KC ജോസഫിനെയും ഡയറക്ടർ ശ്രീ നാരായണദാസിനെയും ഞാൻ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ്. കാരണം പുതിയ തലമുറയ്ക്ക് ഇന്ന് പരിചയപ്പെടുത്തി കൊടുക്കേണ്ട തൻ്റെതായ ആശയങ്ങൾ, ആദർശങ്ങൾ പുതിയ തലമുറ ഉൾക്കൊള്ളേണ്ട ഏറ്റവും പ്രാധാന്യമറിയിക്കുന്ന ആളാണ് ശ്രീനാരായണ ഗുരുദേവൻ. അദ്ദേഹം കേരള സമൂഹത്തിൽ ചെലുത്തുന്ന സ്വാധീനം വളരെ പ്രധാനപ്പെട്ടത്. നമ്മുടെ സമുദായ സൗഹാർദ്ദത്തെക്കുറിച്ച് നമ്മൾ അഭിമാനിക്കുന്നു, പലപ്പോഴും നമ്മൾ അഹങ്കരിക്കുന്നു. കാരണം നമുക്കത് ആകാം. ഇന്ത്യയിലെ മറ്റേത് പ്രദേശത്തേക്കാൾ നമ്മൾ അഭിമാനപൂർവം നമ്മൾ കഴിയുന്നു. എല്ലാവർക്കും അവരവരുടേതായ വിശ്വാസമുണ്ട്, അവരവരുടേതായ ചിന്താഗതിയുണ്ട്. പക്ഷേ അത് പൂർണ്ണമായും ഉൾക്കൊണ്ടുകൊണ്ട് പരസ്പര വിശ്വാസത്തോടെ, പരസ്പര ധാരണയോടെ, പരസ്പര ബഹുമാനത്തോടെ നമ്മൾ കഴിയുന്നു. അതാണ് നമ്മുടെ സമൂഹത്തിൻ്റെ പ്രത്യേകത. അങ്ങനൊരു ജീവിതശൈലി, സാമൂഹ്യ അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിൽ ശ്രീനാരായണ ഗുരുദേവൻ വഹിച്ചിട്ടുള്ള പങ്ക് വളരെ വലുതാണ്. കൂടുതൽ പഠന സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്നതിനെല്ലാം ആ കാര്യത്തിൽ ഗവൺമെൻറ് ചെയ്യാവുന്നതെല്ലാം ചെയ്യും. കാരണം ഇന്നും നമ്മുടെ സമൂഹത്തിന് ഏറ്റവും പ്രയോജനകരമായ സ്വാധീനം ചെലുത്തുന്ന ശക്തി ഗുരുദേവൻ്റെ ദർശനവും ജീവിത ശൈലിയുമാണ് എന്നതിൽ യാതൊരു സംശയവും. നിശ്ചയമായി ഈ പഠന കേന്ദ്രം യൂണിവേഴ്സിറ്റിയുമായി ചേർന്നുകൊണ്ട് ഇതുപോലെ നടത്തുന്ന ഈ ചർച്ചാ സമ്മേളനങ്ങൾ അത് കൂടുതൽ സജീവമാക്കുന്നതിന്, കൂടുതൽ വിഷയങ്ങളിലേക്ക് ആഴത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് ചെറുപ്പക്കാർ കൂടി പൂർണ്ണമായ ഒരു പങ്കാളിത്തം ഉണ്ടാക്കിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങളുമായി മുമ്പോട്ട് വരണം. അതിന് എല്ലാവിധത്തിലുള്ള സഹകരണവും ഉണ്ടാകും എന്നുകൂടി പറയാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുന്നു. ഈ ചർച്ചാ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. നമസ്കാരം. ജയ്.